You're sick of my madness. Don't you tell me what I supposed to do. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് അജ്മാനിലെ പിക്നി സൂ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതൊരു ഓപ്പൺ സൂ ആണ്. നമുക്ക് അനിമൽസിനായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതേപോലെ ഫീഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഫീഡ് ചെയ്യാൻ എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ തിങ്സ് വാങ്ങിക്കണം, എന്നിട്ടാണ് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. 20 ദിർഹംസ് ആണ് ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത്. എൻട്രി ഫീസിൽ ഇൻക്ലൂഡഡ് അല്ല ഫീഡിങ്ങിൻ്റെ തിങ്സ് വാങ്ങിക്കേണ്ട ക്യാഷ്. സോ നമുക്ക് സൂ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നമുക്ക് പെറ്റ്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഏത് ബ്രീഡാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ഒരുപാട് ബ്രീഡ്സ് ഉണ്ട് ഇവിടെ. നമുക്ക് ഏത് ബ്രീഡ്സ് ആണ് വെച്ചാൽ അതിനെ നേരിട്ടിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. ഞങ്ങളൊരു ഉച്ച സമയത്ത് വന്ന കാരണം അധികം പെറ്റ്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഫോട്ടോ എടുക്കാനാ അല്ലെങ്കിൽ പെറ്റ്സിനെ വെച്ച് റീൽസ് എടുക്കാനാ അങ്ങനെയൊക്കെ ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് പലതരം റാബിറ്റ്സ് ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോയാ അല്ലെങ്കിൽ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂ കൂടിയാണ് ഇത്.
ഇപ്പോൾ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സെക്ഷനായ ബേർഡ്സിന്റെ സൈഡിലേക്ക് നമുക്കൊന്ന് പോയോക്കാം. ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വൈബ് തന്നെയാണ്. നാട്ടിലൊരു വൈബ് പോലെ തോന്നും. കാരണം കോഴി, താറാവ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലൊരു വൈബ് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ പലതരം കൊക്ക്, അതേപോലെ കോഴികള്, പ്രാവ്, താറാവ്, അതേപോലെ ലവ് ബേർഡ്സ് അങ്ങനെയൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു നാച്ചർ നമുക്കൊന്ന് ആസ്വദിച്ചിട്ട് വരാം. ഞാൻ കുതിരേമ്മ കയറാന്ന് വിചാരിച്ചിട്ടാണ് ഐ ആം ഓൾവേസ് റെഡി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. പക്ഷെ കുതിരേമ്മ അവർ ഒരാളേനെ കയറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ കുതിര ഒന്ന് മാറ്റി പിടിച്ചിട്ട് എന്നാൽ ഒന്ന് ക്യാമലിലൊന്ന് കയറിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ക്യാമൽ റൈഡ് ചെയ്യാണ് ചെയ്തത്. അപ്പം നിങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും.
ക്യാമൽ റൈഡ് ഫിനിഷ് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദുബായിൽ വന്നിട്ട് ക്യാമലിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇനി എന്തായാലും ഇവിടെ എല്ലാവരും വരുമ്പോൾ, ഈ സൂല് വരുമ്പോൾ മസ്റ്റ് ട്രൈ ആണ് ക്യാമൽ റൈഡ്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് കിങ് കോങ്ങിന്റെ ഒരു വേഷം ഇട്ടിട്ട് ഒരാൾ അവിടെ നിൽക്കുന്നത് കണ്ടത്. കൂടെ പൈതാന കഴുത്തിലിട്ടൊരു ആഫ്രിക്കക്കാരനും പോണുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ പേടിയായി. അപ്പോൾ അവർ പറഞ്ഞു വരൂ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് ഫസ്റ്റ് ട്രൈ ഏട്ടൻ ചെയ്തു. അപ്പോൾ വലിയൊരിതൊന്നും തോന്നിയില്ല. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്തു. കാണുന്ന പോലെ ഒന്നല്ല, നല്ലൊരു വമ്പൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ആരെങ്കിലും ഇതേപോലെ പൈതാനെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോ. ഇനി അതല്ല, ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് സൂ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.